ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സമൂഹത്തിന്റെ ആരോഗ്യരക്ഷകരാണ് ഡോക്ടർമാരെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഡോക്ടറാകുമ്പോൾ ചെയ്യുന്ന ശപഥത്തോട് പൂർണ്ണതോതിൽ നീതി പുലർത്താൻ ഡോക്ടർമാർക്ക് കഴിയണമെന്നും ഗവർണർ. മലക്കപ്പാറയിലും വാൽപ്പാറയിലും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. വാൽപ്പാറയിൽ വീടിന് നേരെ ആക്രമണം. ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് തേടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കും. തൃശൂർ കുറുക്കഞ്ചേരിയിൽ മരത്തടികൾ കയറ്റി വന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടിക്കഷ്ണങ്ങൾ വീണ അപകടം. കാറിന്റെ മുൻവശം തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK രാമചന്ദ്രൻ, UP ജോസഫ് എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2006 മുതൽ 2016 വരെ കുന്നംകുളത്തിന്റെ MLA ആയിരുന്നു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CPM തൃശൂർ ജില്ലാ മുൻ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, നിയമസഭാ സ്പീക്കർ AM ഷംസീർ തുടങ്ങിയവർ അനുശോചിച്ചു. ബാബു എം പാലിശ്ശേരിക്ക് കുന്നംകുളം നഗരം യാത്രാമൊഴിയേകി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിൽ 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഏറെക്കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ചും പാർട്ടിയെ നയിച്ചും സജീവ സാന്നിധ്യം അറിയിച്ചിരുന്ന K. കൃഷ്ണൻ സ്മാരക ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരിക്കൽ കൂടി ബാബു എം പാലിശ്ശേരി എത്തി. നിശ്ചല സാന്നിധ്യമായി. സഹപ്രവർത്തകരായിരുന്ന സഖാക്കളും നേതാക്കളുമെല്ലാം അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായി. പാർട്ടി പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കളും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരുമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും MPയുമായ K. രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, UR പ്രദീപ്, സേവ്യർ ചിറ്റിലപ്പള്ളി, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, കോൺഗ്രസ് നേതാക്കളായ മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ആന ഉടമസ്ഥ സംഘം ഭാരവാഹി K. മഹേഷ് ഉൾപ്പെടെയുള്ളവരും ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം 5:30 വിലാപയാത്രയായി മൃതദേഹം കടവല്ലൂർ കൊരട്ടിക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. 10 വർഷം ജനപ്രതിനിധിയായി ബഹുഭൂരിപക്ഷ സമയവും ചെലവഴിച്ച
കുന്നംകുളം നഗരത്തിന്റെ വികാര വായ്പകൾ ഏറ്റുവാങ്ങിയായിരുന്നു ജന്മനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്ര. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. കുന്നംകുളത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലയെടുപ്പോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബാബു എം പാലിശ്ശേരി. സാമൂഹിക സാംസ്കാരിക കലാരംഗത്തും നിറസാന്നിധ്യമായിരുന്ന ബാബു എം പാലിശ്ശേരി കുന്നംകുളത്തിന്റെ കായിക ചരിത്രം പശ്ചാത്തലമാക്കിയ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ സ്വന്തം കായിക വിനോദമാണ് ഓണത്തല്ല്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മർ മുഹമ്മദ് കഥയും തിരക്കഥയും രചിച്ച് പ്രകാശൻ കുഞ്ഞൻ സംവിധാനം നിർവഹിച്ച മൂന്നാം നാൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിന് ബാബു എം പാലിശ്ശേരി വേഷമിട്ടിട്ടുണ്ട്. MLA ആയിരുന്ന ബാബു എം പാലിശ്ശേരി ഓണത്തല്ലിന്റെ ആശാനായിട്ടായിരുന്നു അഭിനയിച്ചത്. ഇതിനുവേണ്ടി ഓണത്തല്ലിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുകയും തികഞ്ഞ മെയ്വഴക്കമുള്ള അഭ്യാസിയെപ്പോലെ അഭിനയിക്കുകയും ചെയ്തു. ആകാരവും ഗൗരവഭാവവും കഥാപാത്രത്തിന് അനുയോജ്യമായിരുന്നതിനാൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നെ തോൽപ്പിക്കാൻ നീ പുതിയ അടവുകൾ പഠിച്ചു വരണം ശങ്കര. കഴിഞ്ഞ 15 ആണ്ടുകളായി എന്റെ ശരീരത്തിലൊന്ന് തൊടാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല. നാടകം ഉൾപ്പെടെയുള്ള കലാസാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ബാബു എം പാലിശ്ശേരി. ആഴത്തിലുള്ള വായനാശീലവും ഗ്രന്ഥശാല പ്രവർത്തനവും വാക്ചാതുര്യം നിറഞ്ഞ പ്രസംഗശൈലിയും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര മുള്ളത്ത് അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി ജനിച്ച ബാബു എം പാലിശ്ശേരി 1980-ൽ ഡിവൈഎഫ്ഐയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. യുവജന പോരാട്ടങ്ങളിലും ബാബു എം പാലിശ്ശേരി ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രക്ഷോഭം ഉൾപ്പെടെ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും 2006-ൽ ജില്ലയിലെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തി. 2011-ൽ തിളക്കമാർന്ന വിജയം ആവർത്തിച്ചു. MLA എന്ന നിലയിൽ കുന്നംകുളം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ക്രിയാത്മകമായി പരിശ്രമിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവനായിരുന്നു. കുന്നംകുളത്തിന്റെ വികസനങ്ങൾക്ക് അടിത്തറ പാകിയതും ബാബു എം പാലിശ്ശേരിയാണെന്ന് നിസ്സംശയം പറയാം. TCV ന്യൂസ്, എരുമപ്പെട്ടി. ബാബു എം പാലിശ്ശേരിയെ അനുസ്മരിച്ച സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും. സമരരംഗങ്ങളിൽ ധീരമായ നേതൃത്വമാണ് ബാബു നൽകിയത്. ജില്ലയിലെ ആയിരക്കണക്കിന് യൂണിറ്റ് ഭാരവാഹികളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബാബുവിൻ്റെ പ്രവർത്തന മേഖല വളരെ വൈവിധ്യപൂർണമായിരുന്നു. ആനത്തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു അദ്ദേഹം. ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ നേതാവായിരുന്നു. ആന ഉടമാ സംഘത്തിന്റെ ഭാരവാഹിയായിരുന്നു. ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള വൈവിധ്യപൂർണമായ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. സാംസ്കാരിക രംഗത്തെ ഒരു നിറസാന്നിധ്യമായിരുന്നു. ചില ടെലിഫിലിമുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ നിലയിൽ തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയാണ് അകാലത്തിൽ നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ സമരോത്സുകമായൊരു ജീവിതമായിരുന്നു. DYFIയുടെയൊക്കെ ഏറ്റവും സമരഭരിതമായൊരു കാലഘട്ടത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. MLA ആയി 2 തവണ കുന്നംകുളത്ത് നിന്ന് ജയിച്ചപ്പോൾ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. സിനിമയും നാടകവും ഗ്രന്ഥശാല പ്രസ്ഥാനവും വായനയും എഴുത്തുമൊക്കെ ആയിട്ടുള്ള എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സഖാവ് ബാബു പാലിശ്ശേരി ജില്ലയിലെ പ്രസ്ഥാനത്തിലും നിറഞ്ഞു നിന്നിരുന്നു. സംസ്ഥാനത്തെ യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തനത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. 90 മുതൽ DYFIയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പിന്നീട് പാർട്ടി രംഗത്തും പ്രവർത്തിച്ചു. 2006-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് അസംബ്ലിയിൽ എത്തിയത്. അന്ന് ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്നു 5 വർഷക്കാലവും. തുടർന്ന് 2011 മുതൽ 2016 വരെ MLA എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. അസംബ്ലിയിൽ കുന്നംകുളത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്തത്, പൊതുവായ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബു എം പാലിശ്ശേരി. തീർച്ചയായും അദ്ദേഹം എക്കാലത്തും ഇവിടെ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല. CPM സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. CITUവിൻ്റെ ജില്ലാ ഭാരവാഹിയുള്ള ഒരാളായിരുന്നു. പിന്നെ കുന്നംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അപ്പോൾ ആ നിലയിൽ കുന്നംകുളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ വലിയ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും CPM സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂർ ജില്ലയിൽ വലിയ നഷ്ടമാണ്. സഖാവിൻ്റെ വേർപാട് പുരോഗമന പ്രസ്ഥാനത്തിന് വിശിഷ്യ CPIM വലിയ നഷ്ടം തന്നെയാണ്. തീർച്ചയായും സഖാവിൻ്റെ
പാത പിന്തുടർന്നുകൊണ്ട് പോരാട്ടങ്ങളും സമരങ്ങളും തുടരുക തന്നെ ചെയ്യും. സഖാവിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ പറയുന്നു. സഖാവിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. വിഷയം പരിഗണിച്ച ഹൈക്കോടതി വിലക്ക് നീട്ടുകയായിരുന്നു. സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും കോടതി നൽകി. അതുവരെ ടോൾ പിരിക്കേണ്ടതില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടെന്നും അപകട സാധ്യത നിലനിൽക്കുന്നതായും ജില്ലാ കളക്ടർ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് നീട്ടി കോടതി ഉത്തരവിട്ടത്. ഹർജി വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. സമൂഹത്തിന്റെ ആരോഗ്യരക്ഷകരാണ് ഡോക്ടർമാരെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഡോക്ടറാകുമ്പോൾ ചെയ്യുന്ന ശപഥത്തോട് പൂർണ്ണതോതിൽ നീതി പുലർത്താൻ ഡോക്ടർമാർക്ക് കഴിയണമെന്നും ഗവർണർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി ഹാളിൽ സംഘടിപ്പിച്ച കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. You don't require anything to be told by somebody else. If you follow that particular oath, the words, the letters in that, you will get everything. You will understand what is to be done and what is not to be done. As our Honorable Vice Chancellor was telling us at the end of his speech, Sarve Sukhina Bhavantu. I will just add one more next line to it. Sarve Santu Niramaya. Niramaya is everybody has to have good health. Niramaya. All that Niramaya has to be there. And in a way, you are the health guards, health protectors of the society. ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കലാണ് ഡോക്ടർമാരുടെ ധർമ്മം. സമൂഹം ഡോക്ടർമാരെ ദൈവതുല്യരായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്ത ശബ്ദം വീണ്ടും വീണ്ടും വായിച്ച് അതിനോട് നീതി പുലർത്താൻ ഡോക്ടർമാർ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധരാകണമെന്നും ഗവർണർ പുതിയ ഡോക്ടർമാരെ ഓർമ്മിപ്പിച്ചു. ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ, രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ S അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ 17,062 പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. ഇതോടെ ആകെ ബിരുദം നേടിയവരുടെ എണ്ണം 1,82,374 ആയി. കഴിഞ്ഞ വർഷം വിവിധ ബിരുദ പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ 12 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. 7 വിഭാഗങ്ങളിലെയും ഫാക്കൽറ്റി ഡീൻമാർക്ക് പുറമെ ബിരുദം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തത്. TCV തൃശൂർ. മലയ്ക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാനയാക്രമണം. മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. കേരള ചെക്ക് പോസ്റ്റിനടുത്തുള്ള മുരുകൻ എന്നയാളുടെ കടയാണ് ആനക്കൂട്ടം തകർത്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. കടയ്ക്കകത്ത് തീറ്റ തേടിയെത്തിയ ആനകളാണ് ആക്രമണം നടത്തിയത്. മുൻഭാഗത്തെ വാതിൽ തകർത്ത ആനകൾ കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ട് നശിപ്പിച്ചു. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പാട്ടുകൊട്ടി ശബ്ദമുണ്ടാക്കിയാണ് ആനകളെ തുരത്തിയത്. വേനൽക്കാലത്ത് മലയ്ക്കപ്പാറയിൽ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് പതിവാണ്. വാൽപ്പാറയിൽ വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ വീടിന്റെ ജനലും വാതിലും തകർന്നു.
മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ഇന്റലിജൻസ് എഡിജിപി റിപ്പോർട്ട് തേടി. ഇന്റലിജൻസ് എഡിജിപി പി വിജയനാണ് റിപ്പോർട്ട് തേടിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീജിത്തിന്റെ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കും. നേരത്തെ ഷൊർണൂർ റെയിൽവേ പോലീസ് മരിച്ച ശ്രീജിത്തിന്റെ സഹയാത്രികയും സുഹൃത്തുമായ സൂര്യയുടെയും ആദ്യഘട്ടത്തിൽ CPR നൽകി പരിചരിച്ച ഡോക്ടർ അഭിനവിന്റെയും മൊഴിയെടുത്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആംബുലൻസ് കിട്ടാതെ ചാലക്കുടി സ്വദേശിയായ ശ്രീജിത്ത് മരിച്ചത്. തൃശൂർ കുറുക്കഞ്ചേരി JPH സ്കൂളിന് സമീപം മരത്തടികൾ കയറ്റിവന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടിക്കഷ്ണങ്ങൾ വീണ അപകടം. കാട്ടൂരിൽ നിന്നും ഈറോഡിലേക്ക് തടിക്കഷ്ണങ്ങൾ കൊണ്ടുപോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് സമീപം നിന്ന് മരത്തിൽ തട്ടി ലോറിയിലെ മരക്കഷ്ണങ്ങൾ കാറിനു മുകളിലേക്ക് വീഴുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ പാത വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതോടെ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. വലിയ വാഹനങ്ങൾ റോഡിന് വശം ചേർന്ന് പോയാൽ മരത്തിൽ തട്ടുമെന്ന നിലയിലാണ്. അപകടക്കെണിയായ മരം മുറിച്ചുമാറ്റാൻ പലതവണ അധികൃതരോട് പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ മരം മുറിച്ചുമാറ്റുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ സ്വീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി ജോയ് കെ ആന്റണി ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ 24 പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ കൂടി നിശ്ചയിച്ചു. ചൊവ്വന്നൂർ, പഴയന്നൂർ, മുല്ലശ്ശേരി, കൊടകര ബ്ലോക്കുകളിലെ 25 പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന നറുക്കെടുപ്പിലാണ് 94-ലെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പട്ടികജാതി, പട്ടികജാതി വനിത എന്നീ വിഭാഗങ്ങൾക്കായി വാർഡുകൾ നിശ്ചയിച്ചത്. ജില്ലയിലെ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡ് നറുക്കെടുപ്പ് വ്യാഴാഴ്ച വരെ തുടരും. അഞ്ചേരി ത്രിവേണി നഗറിൽ 4 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട നിജോ, സഹോദരന്മാരായ നെൽസൺ, നിക്സൺ എന്നിവരാണ് അറസ്റ്റിലായത്. ചേലക്കൂട്ടുകര സ്വദേശികളായ കണ്ടോളി വീട്ടിൽ വിനിൽ, വിമൽ, കല്ലിങ്ങൽ വീട്ടിൽ കിരൺ, കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ സുധീഷ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത്. 4 പേരും ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വാഹനമിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബൈക്കിലെത്തി മുളകുപൊടി എറിഞ്ഞാണ് സംഘം ആക്രമണം നടത്തിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചെമ്മാപ്പിള്ളി തെക്കിനിയടുത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ശ്രീകോവിലിന്റെയും നാഗപ്രതിഷ്ഠയുടെയും മുന്നിലെ ഭണ്ഡാരങ്ങളും ഓഫീസ് മുറിയിലെ മേശയും പൊളിച്ചിട്ട നിലയിലാണ്. സമീപത്തു നിന്നും 2 വലിയ കമ്പികളും അരിവാളും കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കൊലരിയും കണ്ടെത്തി. നേരത്തെ ഓഫീസ് മുറിയും ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച് 5000 രൂപയോളം കവർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇവ മാറ്റിയ നിലയിലാണിപ്പോൾ. ഏകദേശം 10000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വയനാട് സ്വദേശിയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ഷർട്ടിടാതെ പാന്റ് ധരിച്ച യുവാവിന്റെ ദൃശ്യമാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ SI KK സുനിൽകുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സ്കൂളിൽ മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്. ഗുരുവായൂർ ആനത്താവളത്തിൽ ഗോകുൽ എന്ന കൊമ്പൻ ക്രൂരമർദ്ദനത്തിന് ഇരയായാണ് ചെരിഞ്ഞതെന്ന ആരോപണം അന്വേഷിക്കാൻ വൈമുഖ്യം കാണിച്ച് വനം വകുപ്പ്. വനംവകുപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു.
ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ചെരിഞ്ഞത്. ചൊവ്വാഴ്ച പുലർച്ചെ ജഡം കോടനാട് വനത്തിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 13 കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന ആരോപണം വനം വകുപ്പ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. തൽക്കാലം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ലെന്നും രാസപരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അന്വേഷിക്കാമെന്നും സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനിൽകുമാർ പറഞ്ഞു. എന്നാൽ ആനയെ മർദ്ദിച്ച പാപ്പാന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആനത്താവളം സന്ദർശിച്ച കോൺഗ്രസ് പ്രവർത്തകരായ സി സാദിഖ് അലി, കെ വി യൂസഫ് അലി, കെ കെ ഹിരോഷ്, കെ എസ് ദിലീപ് എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി. സംഭവത്തിൽ ഉന്നതതല ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. ദേവസ്വം ആനകളുടെ ദുരൂഹ മരണങ്ങളും ക്രൂരതകളും അന്വേഷിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള പാപ്പാൻ മാറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മുറ്റിച്ചൂരിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചതായി പരാതി. മുറ്റിച്ചൂർ ബാപ്പുനഗർ സ്വദേശി എലവുത്തിങ്കൽ മേജോയുടെ ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ചിലർ ഓടി രക്ഷപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. 4.5 ലക്ഷം രൂപയോളം നഷ്ടം വന്നതായി മെജോ പറയുന്നു. കഴിഞ്ഞ 21 വർഷമായി ചെമ്മാപ്പിള്ളി സെന്ററിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം നടത്തുകയാണ് മേജോ. വീടിന് സമീപം കടയും മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും വീട്ടുകാരുടെ ഇടപെടൽ മൂലം ഈ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവായി. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ രവീന്ദ്രൻ ചക്കൂത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ അമ്പാടത്ത്, BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. പുല്ലൂറ്റ് മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ നാട്ടുകാർ. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡ് മണൽ ലോറികളുടെ യാത്ര മൂലം തകർന്ന നിലയിലാണ്. ദേശീയപാത നിർമ്മാണത്തിനായി കനോലിക്കനാലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. മണൽ കയറ്റിയ കൂറ്റൻ ടോറസ് ലോറികൾ പതിവായി കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുകയാണ്. റോഡ് തകർന്നതിനു പുറമെ കുടിവെള്ള പൈപ്പ് തകരാറിലാകൽ, മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ, അപകട ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങളും നാട്ടുകാർ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചില കുടുംബങ്ങൾ താൽക്കാലികമായി താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു. പുല്ലൂറ്റ് ഉഴത്തകടവ് മുതൽ മഞ്ഞനപ്പള്ളി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും. തകർന്നടിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടി മതിലുകളെല്ലാം വീഴുന്നൊരവസ്ഥയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പ്രായമായവർക്ക്, ആസ്മയുള്ളവരൊക്കെ മുഴുവൻ ചികിത്സ തേടേണ്ട അവസ്ഥ. ചില ആളുകളൊക്കെ വാടക വീടെടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ. ഇവിടെ ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ശ്രമപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ കുഴികൾ വലുതാകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കുന്നതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രി മുഴുവൻ പാഞ്ഞു പോകുന്ന മണൽ ലോറികൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. മണൽക്കടത്ത് അവസാനിക്കുമ്പോഴേക്കും റോഡില്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV, കൊടുങ്ങല്ലൂർ. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കാറളം താണിശ്ശേരി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ മിഥുനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ കാട്ടുങ്ങൽ വീട്ടിൽ ബിജുവിനെ വഴിയിലെ പുല്ല് വെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് മിഥുൻ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കൊണ്ട് തലയിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ സരിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജയിൽ DGP ഋഷിരാജ് സിംഗ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 250ഓളം കുട്ടികൾ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഫാക്കൽറ്റി ചോയ്സിനായിട്ട് ഇവിടെ എന്നിൽ നിക്ഷിപ്ത ദുരിതങ്ങൾ ഒക്കെ മറക്കാനായിട്ടാണ്. പക്ഷെ ഇന്ന് പുതിയ ടൈപ്പ് ഓഫ് ഹെവൻ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കണ്ണുകൾ ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഞാനൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു 14 കൊല്ലം പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിൽ ഇരുന്നിട്ടുണ്ട്. തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാതല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെതിരെ ആക്ഷേപവുമായി മത്സരാർത്ഥികളും രക്ഷിതാക്കളും രംഗത്ത്. അയ്യന്തോൾ പുഴയ്ക്കൽ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച അണ്ടർ 19 ജില്ലാതല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെതിരായാണ് ആക്ഷേപം. മതിയായ സൌകര്യമില്ലാത്തയിടത്ത് മത്സരം സംഘടിപ്പിച്ചുവെന്നാണ് പരാതി. മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തയിടത്താണ് മത്സരം സംഘടിപ്പിച്ചതെന്ന് ആക്ഷേപമുണ്ട്. ജില്ലയിലെ 12 ഉപജില്ലയിൽ നിന്നുള്ള 130ഓളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അതേസമയം സാധാരണഗതിയിൽ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടത്താറുള്ളതെന്നും അവിടെ മത്സരങ്ങൾ നടക്കുന്നതിനാലാണ് ഇവിടെ മത്സരം നടത്തേണ്ടി വന്നത് എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി സി സുമേഷിനെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. തൃശൂർ നഗരത്തിൽ ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി വൈകിട്ട് 5 മുതലാണ് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,765 രൂപ, പവന് 94,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സമൂഹത്തിന്റെ ആരോഗ്യ രക്ഷകരാണ് ഡോക്ടർമാരെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഡോക്ടറാകുമ്പോൾ ചെയ്യുന്ന ശപഥത്തോട് പൂർണ്ണതോതിൽ നീതി പുലർത്താൻ ഡോക്ടർമാർക്ക് കഴിയണമെന്നും ഗവർണർ. മലക്കപ്പാറയിലും വാൽപ്പാറയിലും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. വാൽപ്പാറയിൽ വീടിന് നേരെ ആക്രമണം. ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് തേടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കും. തൃശൂർ കൂർക്കഞ്ചേരിയിൽ മരത്തടികൾ കയറ്റിവന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടിക്കഷ്ണങ്ങൾ വീണ അപകടം. കാറിന്റെ മുൻവശം തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.